ചുമരെഴുത്തിലേക്ക് സ്വാഗതം. മലബാർ സമരം 1921 അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്ന മാപ്പിള ലഹളകളൊക്കെ യഥാർത്ഥത്തിൽ ജമ്മി കുടിയാൻ പ്രശ്നമായിരുന്നു. ജമ്മി കുടിയാൻ പ്രശ്നം എന്ന് പറഞ്ഞാല് അടിത്തട്ടിൽ കൃഷി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഭൂ ഉടമയായ നമ്പൂതിരിമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇല്ലവും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതിനൊരു വർഗീയ നിറവും ഒപ്പം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ മാത്രം പ്രശ്നവുമായി മാറിയത് എങ്ങനെയെന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 1921 ആംഗ്ലോ മാപ്പിള യുദ്ധത്തെക്കുറിച്ച് എഴുതിയ AK കോഡൂരാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തെറ്റ് കോഡൂര് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ഷാപ്പിനെതിരെ അതുപോലെ തന്നെ വ്യഭിചാരശാലകൾക്കെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ തീർത്തും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് അദ്ദേഹം എടുത്തു വെക്കുന്നത്. മലബാർ കലാപം ഒരു വശത്തേക്ക് മാത്രം, മാപ്പിളമാരിലേക്ക് മാത്രം ചുരുങ്ങാൻ കാരണം അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ജമ്മി കുടിയാൻ പ്രശ്നത്തിൽ അടിത്തട്ടിലുള്ള ആളുകളൊക്കെ ഈ മലബാർ സമരത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഈ രണ്ട് പ്രശ്നങ്ങൾ, ഷാപ്പുകൾക്കെതിരെയുള്ള സമരവും അതുപോലെ തന്നെ വ്യഭിചാരശാലകൾക്ക് നേരെയുള്ള സമരവും, യഥാർത്ഥത്തിൽ എന്താണ് ഈ മലബാർ സമരത്തെ എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യിച്ചത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. തിരൂരങ്ങാടി ചേരനാടിന്റെ തലസ്ഥാനമായിരുന്നു. തിരൂരിലെ കിഴക്കേ അങ്ങാടിയുടെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും ചെമ്മാട് അഥവാ തൃക്കുളത്തിന്റെ പ്രാധാന്യം കൂടുകയാണ് ചെയ്തത്. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വരികയും മറ്റ് സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ ട്രാവലേഴ്സ് ബംഗ്ലാവ് വരികയൊക്കെ ചെയ്തു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കുതിരവണ്ടികളും കാളവണ്ടികളൊക്കെ യാത്രാ ബന്ധം നന്നായി വളരുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഒരു പുതിയ സംസ്കാരം ഉയർന്നു വന്നു VIP-കൾക്കിടയിൽ. അതൊന്ന് അനാശാസ കേന്ദ്രങ്ങളായിരുന്നു. ഉന്നത ഭരണകൂട ഒത്താശയോടുകൂടി ഇതൊക്കെ നടത്തിയിരുന്നത് രാജകക്ഷി പ്രമാണിമാരായിരുന്നു. ഈ കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാന സമരപരിപാടികളിൽ ഒരെണ്ണം ഈ കള്ള് ഷാപ്പ് ഉപരോധമായിരുന്നു. അന്ന് ഇതിന്റെ ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത് മാപ്പിളമാരായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാത്മജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഏറനാട്, വെള്ളുവനാട് താലൂക്കുകളിൽ ഇതൊരു മാപ്പിള സംഘമായി മാറി എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. K. മാധവൻ നായർ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഖിലാഫത്ത് നിസ്സഹരണ യോഗങ്ങളിൽ അതത് സ്ഥലങ്ങളിലെ മാപ്പിളമാരുടെ ഉത്സാഹത്തിലാണ് വിളിച്ചു കൂട്ടിയത്. അടുത്തും ദൂരത്തുമുള്ള അനേകായിരം മാപ്പിളമാർ ആ യോഗത്തിൽ പങ്കുകൊണ്ടു. ഹിന്ദുക്കൾ പ്രയേണെ ഈ യോഗങ്ങളെ വർജിച്ചിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മറ്റൊരു നിലക്ക് പറഞ്ഞാല് ഹിന്ദുക്കളുടെ ഇടയിൽ നിസ്സഹരണ ത്യാഗപ്രസ്ഥാനം ഏറനാട്ടിലും അതുപോലെ തന്നെ വെള്ളുവനാട്ടിലും പൊന്നാനിയിലുമൊക്കെ ഏറെ സ്വാധീനം ചെലുത്തിയില്ല എന്നാണ്. സമരരംഗത്തെ അമുസ്ലിങ്ങളുടെ അഭാവവും മുസ്ലിങ്ങളുടെ മേൽക്കൈയൊക്കെ ഇതൊരു വർഗീയ നിറം പകരാൻ ഇടയായി. ഇങ്ങനെ വർഗീയത ആരോപിക്കാൻ ജമ്മി അധികാരി അതുപോലെ തന്നെ സാമ്രാജ്യത്വ കഴുകന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഈ സാധ്യത മുളയിലെ നുള്ളാൻ മാധവൻ നായർക്കോ അതുപോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കോ കഴിഞ്ഞില്ല. മദ്യപാനം, സ്ത്രീകളുടെ സാമൂഹിക ബന്ധങ്ങൾ എന്നീ കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളോടും മുറകളോടും മാപ്പിളമാർക്ക് മുമ്പേ യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല സൗകര്യം കിട്ടുമ്പോഴൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ എതിർപ്പിന് വിധേയരായത് പ്രധാനമായും താഴ്ന്ന വിഭാഗക്കാരായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലെ ഏക വ്യവസായമായിരുന്നു കള്ള് ചെത്തും വിൽപ്പനയും. ഇന്നത്തെ പോലെ തന്നെ അന്ന് റവന്യൂ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ കള്ള് ഷാപ്പ് ബിസിനസ് ആയിരുന്നു എന്ന്. കള്ള് ചെത്തും ഷാപ്പ് കോൺട്രാക്ടർമാരും പ്രധാനമായി മാപ്പിളമാരെ പോലെ തന്നെ ദരിദ്രരായിരുന്ന ഈഴവ തീയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. കുടിയാന്മാരിൽ ബഹുഭൂരിഭാഗവും ഹരിജന ഗിരിജന വിഭാഗക്കാരും അയങ്കുടി കമ്മാളർ എന്നറിയപ്പെടുന്ന സമൂഹത്തിലെ വിദഗ്ധ തൊഴിലാളികളുമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അടിമ അയിത്ത വർഗം തന്നെയായിരുന്നുവർ. ഈ ഷാപ്പ് സമരങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് ഇവരുടെ ഉപജീവനം മുടക്കുന്നതിലേക്കായപ്പോൾ സ്വാഭാവികമായി ഈ കീഴാളർ മാപ്പിളമാർക്കെതിരെ തിരിഞ്ഞു എന്നതാണ് സത്യം. സവർണർ കുടിക്കുമായിരുന്നെങ്കിലും അവരൊന്നും ഷാപ്പുകളിൽ വന്ന് കുടിച്ചിരുന്നില്ല എന്നാണ് AK കോഡൂര് എഴുതുന്നത്. തിരൂരങ്ങാടിയിലുണ്ടായ ഒരു ഷാപ്പ് സമരത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. തിരൂരങ്ങാടി തൃക്കുളത്തെ ഒരു ഷാപ്പ് പിക്കറ്റിംഗിൽ
പ്രസ്തുത ഷാപ്പിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു പരാതിയുണ്ടായി. ഈ ഘട്ടത്തിൽ തന്നെയാണ് തിരൂരങ്ങാടി കിഴക്കേ അങ്ങാടിയിലെ ചില രാജകക്ഷി പ്രമാണിമാരുടെ ഒത്താശയോടെ നടന്നുവന്ന വേശ്യാലയം നാട്ടുകാർ ഉപരോധിച്ചത്. താളാനൂരിലെ കള്ളു ഷാപ്പിംഗ് പിക്കറ്റിംഗ്, അതായത് മാട്ട എന്നറിയപ്പെടുന്ന ആ കുടുക്ക, കള്ളുണ്ടാക്കുന്ന ആ കുടുക്ക തല്ലി തകർത്തു. അത് പിന്നീട് പോലീസ് നടപടി വരെ എത്തി. കിഴക്കൻ ഏറനാട്ടിൽ ചിലയിടത്ത് ഷാപ്പ് കോൺട്രാക്ടർമാരായ ഈഴവരും സമരക്കാരായ മാപ്പിളന്മാരും തമ്മിലുണ്ടായ കയ്യാങ്കളി വളരെ വ്യാപകമായി. പ്രാദേശിക ഖിലാഫത്ത് നേതാക്കൾ ഇടപെട്ട് കടുത്ത സഹന സമരത്തിൽ ഉറച്ചു നിൽക്കാൻ കർക്കശമായി അനുയായികളെ ഉപദേശിച്ചു. അതുകൊണ്ട് പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഉയർന്ന ജമ്മിമാരും ബ്രിട്ടീഷുകാരും ഇത് മാപ്പിളമാർ മാർക്കം കൂട്ടാനുള്ള, അതായത് അവരുടെ മതത്തിലേക്ക് ചേർക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കുട്ടരെ തിരിച്ചുവിട്ടു മാപ്പിളമാർക്കെതിരെ. ഇതിന്റെ തീഷ്ണത മനസ്സിലായത് 1921 ആഗസ്റ്റ് 11 അലി മുസ്ലിയാർ കീഴടങ്ങിയ ഉടനെ തിരൂരങ്ങാടി തീവച്ചു ചുടാൻ പട്ടാളക്കാർക്കൊപ്പം മണ്ണെണ്ണയേന്താനും മാപ്പിള വീടുകൾ കൊള്ള ചെയ്യാനും മേൽപ്പറഞ്ഞ വിധത്തിലുള്ള പിന്നോക്ക വർഗക്കാർ അങ്ങനെ ചേർന്നത് കണ്ടപ്പോഴാണ് മാപ്പിള നേതാക്കൾ തങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന്, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നവർ ചിന്തിച്ചത്. മാപ്പിളമാരുടെ ഈ വേശ്യാലയ പിക്കറ്റിങ്ങിന്, ഈ കള്ളുഷാപ്പ് പിക്കറ്റിങ്ങിനെതിരെയും അതുപോലെ തന്നെ വേശ്യാലയത്തിനെതിരെയുള്ള സമരങ്ങളിൽ യഥാർത്ഥത്തിൽ കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാലും കുഞ്ഞിക്കോയ തങ്ങളൊക്കെ എതിർപക്ഷത്തായിരുന്നു. അത് മാപ്പിളമാരെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും എന്ന പക്ഷക്കാരായിരുന്നു അവർ. പക്ഷെ മേൽപ്പറഞ്ഞ കർമ്മങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് മതപരമായി കുറ്റമാകും എന്ന നിലയിലാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ കണ്ണു ചിമ്മിയത് എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ഫലമായി മലബാറിലാകെ ചരിത്രത്തിലാദ്യമായി ഇല്ലാത്ത ഹിന്ദു മുസ്ലിം വിരോധം ഊതിവീർപ്പിച്ച് 1921 സ്വാതന്ത്ര്യ സമരത്തെ ജമ്മി നാടുവാഴി പട്ടാള വിഭാഗത്തിന് ചോരയിൽ മുക്കിക്കൊല്ലാൻ പിന്നോക്ക സമുദായത്തിലെ ചെറിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചു. അക്കാലത്ത് ഈഴവരുടെ ആഴ്ചപ്പതിപ്പ്, ആഴ്ചയിൽ ഇറങ്ങുന്ന മിതവാദി ആഴ്ചപ്പതിപ്പ് യഥാർത്ഥത്തിൽ ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മാപ്പിളമാർക്കെതിരെ എഴുതാൻ തുടങ്ങി. അതൊരു മാപ്പിള വിരുദ്ധ പത്രമായി തീർന്നു. ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച കള്ളക്കഥകളാണ് പിന്നീട് ആ പത്രം, ആ ആഴ്ചപ്പതിപ്പ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ തെറ്റ് സത്യത്തിലെ ടിപ്പുവിനും ഹൈദരലിക്കും പറ്റിയിട്ടുണ്ട്. ആ തെറ്റിന് വില കൊടുക്കേണ്ടത്, വലിയൊരു വിലയാണ് പിന്നീട് മുസ്ലിം സമുദായം കൊടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ മദ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഷാപ്പുകളെ ഇല്ലായ്മ ചെയ്തതൊക്കെ ഒരു വിഭാഗം ആളുകളുടെ ജോലിയും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയുമാണ് ഇല്ലാതാക്കിയത്. ഇത് ടിപ്പുവിന്റെ ഭരണത്തിലും ഹൈദരലി ഭരണത്തിലും തുടർന്ന ഒരു സംഭവമായിട്ടാണ് AK കോഡൂര് ഇത് എടുത്തു കാണിക്കുന്നത്. അവർക്കും ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന അഭിപ്രായത്തിലാണ് AK കോഡൂരുള്ളത്. അതിലേറ്റവും പ്രധാനം നിയമാനുസൃത വിവാഹത്തിനും നാണം മറക്കലിനും ബ്രാഹ്മണ സ്ത്രീകൾക്കുള്ള അവകാശം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്ന് ടിപ്പു ഓർഡറിട്ട ഒരു കാര്യം മാർക്കം കൂട്ടുകയാണ് മുസ്ലിങ്ങളിലേക്ക് എന്ന രൂപത്തിലാണ് നാടുവാഴി ജമ്മി നായർ പരിവാർ അന്ന് പ്രചരണം നടത്തിയത്. ചില സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ചരിത്രത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ചില മെസ്സേജുകളാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്നത്. 1921 ഷാപ്പിനെതിരെ നടത്തിയ, അതുപോലെ തന്നെ വ്യഭിചാരാലയങ്ങൾക്ക് നേരെ നടത്തിയ ഒരു സമരം എത്ര കണ്ട് വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നൊരു ചരിത്രം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ ഞാൻ വരാം.